ഈ വണ്ടി ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാനിയൻ സ്ലൈഡിന് പോകാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, നമ്മൾ താണ്ടേ ഇവിടെ വരെ എത്തിയ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം കാനിയൻ സ്ലൈഡ് മാരക എക്സ്പീരിയൻസ് ആണ്. നമ്മൾ GoPro 8 വെച്ച് എടുക്കാൻ പോവാണ്. GoPro 7ൻ്റെ ഫുട്ടേജും കാണും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി വിഷ്വൽ എഫക്റ്റ് അല്ല വിഷ്വൽ ട്രീറ്റ് ഒരു പാവം GoPro 7. അപ്പം ഞാനും ആൽവിൻ ബ്രോയും കൂടെ പൊളിച്ചെടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനിലോട്ട് കയറി ദാണ്ടേ വിട്ട് പോയി എടുത്തു പോവാണ്. ഓക്കെ, ദേണ്ടേ വിട്ടിരിക്കുന്നു. എന്തായാലും എമർജൻസി ഉണ്ടെ വലിച്ചോണോ ഒന്ന്. നീ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ പക്ക. പൊളി പൊളി. പൊളി പൊളി. ഇത് നിക്കുന്നില്ലല്ലോ വലിച്ചിട്ട്. നമ്മൾ വലിക്കാനേ പോകുന്നില്ല. അല്ല, ഈ സാധനം തെറിച്ചു പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. വണ്ടി ഇരിക്കാത്തോണ്ട് പിന്നെ വാഹനത്തിന്റെ കൺട്രോൾ എൻ്റെ അല്ലാത്തോണ്ട് എനിക്ക് പേടിയില്ല. എന്റെ അമ്മ, ഗൈസ് മാരക എക്സ്പീരിയൻസ്. നമ്മളൊരു കാനിയന്റെ സൈഡിൽ കൂടെ പോകുന്നതെന്ന് ഓർത്തോളാം. പോയ വെള്ളത്തില് എന്റെ പള്ളി. ഒന്നും നോക്കാനില്ല. അമ്പത് മീറ്ററും കൂടെ. അത്രേ ഉള്ളോ? അയ്യോ, 50 മീറ്റർ തീർന്നു. ഫുൾ ഫ്ലോയില്. തീർന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ കാനിയൻ സ്ലൈഡ് കഴിഞ്ഞ് ദേ ആൽവിൻ ബ്രോ ഇരിക്കുന്നുണ്ടോ? ദേ നമ്മൾ വന്ന വണ്ടി ഇതാണ്ട് ഇവിടെ ഒതുക്കിയിട്ട് ഈ സാധനത്തിനാണ് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് വന്നത് ഗൈസ്. അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളി. ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോട്ടോ എടുത്തേക്കാം. ഒത്തിരി എടുത്തിട്ടുണ്ട് നമ്മുടെ കേട്ടോ ഗൈസ്. ഇതിനു മുമ്പ് ചെയ്തവരൊക്കെയാണ്. ഇതാണ്ട കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടാ. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത. നിങ്ങൾ ആ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഈ വഴി കൂടാണ് വന്നത്. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കിളി പാറിയിരുന്ന സംഭവം. ആൽവിൻ ബ്രോ ഇങ്ങി വാ. എങ്ങനെയുണ്ട്? കിളികൾ പറന്നുപോയി. കിളികൾ പറന്നതോ. പൊളി കേട്ടോ. ചെയ്യാൻ പേടിയുള്ളവര് ഇത് ആദ്യം ഒന്ന് ചെയ്താൽ നൈസായിരിക്കും. ഇച്ചിരി പേടി മാറി. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ അഡ്വഞ്ചറിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയ ഹെവി ഐറ്റം കേട്ടോ കാനിയൻ സ്ലൈഡ്. നമ്മുടെ ഫോട്ടോ നോക്കാൻ പോയതാണ്. ഒരെണ്ണം പോലും ഓൺ ഫോക്കസ് ഇല്ല, എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. നമുക്ക് വേണ്ടല്ലേ, നമുക്ക് അതിനെക്കാളും വലിയ ഫുട്ടേജ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പ്രൊമോഷൻ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാന്ന്. അപ്പം നമുക്ക് ഇതാണ് കാനിയൻ സ്ലൈഡ് എക്സ്പീരിയൻസ്. പൊളി, ഒരു രക്ഷയില്ല. അപ്പം ഇവിടെ ഇനി വേറെ ബഞ്ചി ജമ്പിങ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ അഡ്വഞ്ചറായിട്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ബഞ്ചി ജമ്പിങ് ഉറപ്പാണ്. ബഞ്ചി ജമ്പിങ് എന്തായാലും ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ ദാണ്ടേ വേറൊരു സെറ്റ് സ്ലൈഡ് വരുന്നുണ്ട്. ഇവിടെ സ്ലൈഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു സൈറൻ അടിക്കും കണ്ടോ. ഇവിടെ ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഇരിക്കുന്നത് ബ്രേക്കാണ്. അവർ ബ്രേക്ക് പിടിച്ച് വരുമായിരുന്നു.
ആ ഈന്തൂറൻ ഈന്തൂറൻ. ശരിക്കും സംഭവേ ഒരു ഞാണിമേ കളിയാണ്. നോക്കി ഇതിന്റെ ഒക്കെ ഒരു പഴുതി ഉണ്ടോ? ഇതൊക്കെ ഇതെന്ത് ധൈര്യത്തിലാണ് നമ്മളിത് കയറിയിരിക്കുന്നേ ഇല്ലയോ? ഈ ബെൽറ്റ് ഒരെണ്ണം പൊട്ടി തെറിച്ചു പോയി തീർന്ന പരിപാടി. പിന്നെ താഴെ വെള്ളമാണേ ഉള്ളൂ, നേരെ വീഴുന്നത് താഴോട്ടാ. നീന്തി കയറി അപ്പുറം പോവാ, പരിപാടിയില്ല. അതാണ്ട് ഈ കണ്ടോ ഈ സ്ലൈഡ് വഴിയാണ് നമ്മൾ വന്നത്. ആ കാനിയന്റെ ജസ്റ്റ് സൈഡിൽ കൂടെ ഉള്ള ട്രെയിലാണ്. സംഭവം ശരിക്കും അഡ്വഞ്ചർ തന്നെയാണ്. അപ്പം ഗൈസ്, അപ്പം സ്ലൈഡ് കഴിഞ്ഞ് കാനിയൻ സ്ലൈഡ് മാറിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അൽവിൻ ബ്രോ എന്താ പറയുന്നത്? പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, അന്യ എക്സ്പീരിയൻസ്. ചൈനയിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്നത് ആക്ച്വലി അടിപൊളി തീരുമാനം, വേർത്തായെന്ന് തോന്നിയില്ലേ? ശരിക്കും വേർത്തായിരുന്നു. അപ്പം ഇതുപോലത്തെ കൂടുതൽ ചൈനയുടെ അടിപൊളി വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ ഗുഡ് ബൈ. ബൈ.